അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് 21-ാം വാർഡിൽ ശ്രീകണ്ഠമംഗലം കുട്ടിമുക്ക് ഭാഗത്ത് ജനവാസ മേഖലയിൽ മാലിന്യ സംഭരണ കേന്ദ്രം നിർമ്മിക്കാനുള്ള നടപടി അവസാനിപ്പിക്കണമെന്ന് സമീപവാസികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. MCF ആരംഭിക്കുന്നത് സംബന്ധിച്ച് ഗ്രാമസഭയിലോ ജനകീയ കൂട്ടായ്മയിലോ ഇതുവരെ യാതൊരു ചർച്ചയും നടത്തിയില്ലെന്ന് സമീപവാസികൾ ആരോപിച്ചു. ജൂൺ 5-ന് പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നടന്നപ്പോഴാണ് പരിസരവാസികൾ പോലും ഇതിനെക്കുറിച്ച് അറിയുന്നത്. നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടയിലും ഉദ്ഘാടന ചടങ്ങ് നടന്നു. കേന്ദ്രത്തിന്റെ 500 മീറ്റർ ചുറ്റളവിൽ 1500ഓളം വീടുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിരമ്പുഴ പഞ്ചായത്തിന്റെ 20, 21, 22 വാർഡുകളും നീണ്ടൂർ പഞ്ചായത്തിന്റെ 8, 9 വാർഡുകളും ഉൾപ്പെടുന്നതാണ് ഈ പ്രദേശം. 3000-ൽ പരം ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഈ പ്രദേശത്ത് MCF സ്ഥാപിച്ചാൽ സമീപവാസികളുടെ ജീവിതത്തിൽ ദോഷകരമായി ബാധിക്കും. MCF ജനവാസ കേന്ദ്രമല്ലാത്ത മറ്റേതെങ്കിലും ഭാഗത്തേക്ക് മാറ്റണമെന്നും ഇത് സംബന്ധിച്ച് നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് കോട്ടയം ജില്ലാ കളക്ടർ മുമ്പാകെ പരാതി നൽകിയിട്ടുണ്ടെന്നും സമീപവാസികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അവിടുത്തെ വാർഡ് മെമ്പറാണെങ്കിൽ അശ്വതി എന്ന് പറയുന്ന വാർഡ് മെമ്പർ എല്ലാ കാര്യത്തിനും ഏതാണ്ട് ഒരാഴ്ച മുമ്പ് തന്നെ ഗ്രൂപ്പിൽ ഈ കാര്യങ്ങളെല്ലാം ഇടുന്ന ആ വാർഡ് മെമ്പർ തൊട്ട് തലേന്ന് വൈകുന്നേരം 12 മണി കഴിഞ്ഞിട്ടാണ് ആ ഗ്രൂപ്പിൽ പോലും ഇങ്ങനെ ഒരു ഉദ്ഘാടനം നടക്കുന്നത് എന്ന വാർത്ത ഇട്ടിട്ടുള്ളത്. അതിരമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ 21-ാം വാർഡിൽ സ്ഥാപിക്കുവാൻ പോകുന്ന ഈ വേസ്റ്റ് നിർമ്മാണ യൂണിറ്റ് തൊട്ടടുത്തുള്ള ഒട്ടനവധി കുടുംബങ്ങൾ ഏതാണ്ട് ഒരു 500 മീറ്റർ ചുറ്റളവിൽ ഏതാണ്ട് 1500-ലധികം കുടുംബങ്ങളും അതുപോലെ തന്നെ ഏതാണ്ട് 6000-ഓളം വരുന്ന ജനസംഖ്യയുമുള്ള ഒരു മേഖലയാണ്. ഈ വാർഡിനോട് ചേർന്ന് അതിരമ്പുഴ പഞ്ചായത്തിന് തന്നെ 20, 22 വാർഡുകളും നീണ്ടൂർ പഞ്ചായത്തിൻ്റെ 8, 9 വാർഡുകളും സ്ഥിതി ചെയ്യുന്ന മേഖലയാണ്. അത്തരത്തിൽ ജനസംഖ്യയുള്ള ഒരു മേഖലയാണ്. ഉദ്ഘാടകനായി നിശ്ചയിച്ചിരുന്നത് ഏറ്റുമാനൂരിൻ്റെ പ്രിയപ്പെട്ട MLA നമ്മുടെ സഹകരണ തുറമുഖം വകുപ്പ് മന്ത്രി VN വാസവൻ അവർകളായിരുന്നു. തലേന്ന് വൈകിട്ടാണ് ഞങ്ങൾ ഫോൺ ചെയ്ത് ഇങ്ങനെയൊരു പ്രതിഷേധം ഞങ്ങളുടെ നാട്ടിലുണ്ട്, ഞങ്ങൾ ആരെയും അറിയിക്കാതെയാണ് ഇങ്ങനെയൊരു നിർമ്മാണ യൂണിറ്റ് കൂടി ആരംഭിക്കുന്നത്, ഗ്രാമസഭയിൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഈ പ്രവർത്തനം ഞങ്ങൾക്ക് വിശദമാക്കി തന്നതിന് ശേഷം ഞങ്ങളുടെ ആവലാതികൾ പരിഹരിച്ചതിന് ശേഷം മാത്രമേ ഇങ്ങനെ ഉദ്ഘാടനം നടത്താവൂ എന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞങ്ങൾ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞു, അങ്ങനെ പ്രശ്നങ്ങളുള്ള ഒരു മേഖലയും ജനവാസ കേന്ദ്രമാണെങ്കിൽ നിങ്ങൾ അതിന് മുന്നോട്ട് പോയിക്കൊള്ളുക, ഞാൻ എന്താണെങ്കിലും പഞ്ചായത്തിനെ വിളിച്ചറിയിച്ചാൽ തൽക്കാലം ഉദ്ഘാടനം മാറ്റിവെക്കാം എന്ന് അറിയിക്കുമെന്ന് പറയുകയും ചെയ്തു. ജോർജ് ജോസഫ്, KN സഹദേവൻ, KM ജേക്കബ്, PD പൊന്നപ്പൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. i4 ന്യൂസ്, ഏറ്റുമാനൂർ.